നമ്മൾ മറന്നുപോയ പാട്ടുകൾ. എന്നാൽ നമ്മൾ പൂർണ്ണമായിട്ടും മറന്നുപോയ പാട്ടുകൾ എന്നല്ല, നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടായിട്ടും നമ്മൾ പലപ്പോഴും കേൾക്കാൻ മറന്നു പോകുന്ന ചില മനോഹരമായ പാട്ടുകളുണ്ട്. ഇത് നമ്മൾ ചിലപ്പോൾ ഒരു ബസ്സിന്റെ സൈഡിലേക്ക് ഇരിക്കുമ്പോൾ ബസ്സിൽ ഇങ്ങനെ വെക്കുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത്, അയ്യോ ഈ പാട്ട് ഞാൻ കേട്ടിട്ട് കുറേ നാളായല്ലോ, എൻ്റെ പ്ലേലിസ്റ്റിൽ ഈ പാട്ടുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ എപ്പോഴൊക്കെയോ നമ്മൾ കേൾക്കാൻ മറന്നുപോയ, എന്നാൽ ഒരു കാലത്ത് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ഫേവറേറ്റ് സോങ്സ് ആണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. ഇത്തരത്തിൽ നമ്മൾ എപ്പോഴൊക്കെയോ കേൾക്കാൻ വിട്ടുപോയ അല്ലെങ്കിൽ മറന്നുപോയ ഒരുപാട് ഗാനങ്ങൾ നമ്മുടെ മലയാളത്തിലുണ്ട്. അപ്പോൾ ലിസ്റ്റ് എടുക്കാൻ നോക്കി ഒരുപാടുണ്ട്, എങ്കിൽ പോലും ഞാൻ അതിൽ ഒരു ടോപ്പ് 10 ആണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ 10 മുതൽ കൗണ്ട് ഡൗൺ പോലെ 1ലേക്കാണ് വരാറ്. ഇത്തവണ നമുക്ക് 1 മുതൽ 10ലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാട്ട്, ഈ പാട്ട് എൻ്റെ വളരെ ഫേവറേറ്റ് ഒരു പാട്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പാട്ട് തന്നെയായിരിക്കും. നമ്മൾ എപ്പോഴൊക്കെയോ ഒന്ന് കേൾക്കാൻ മറന്നുപോയൊരു മനോഹര ഗാനം. കേട്ട് നോക്ക്. രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിലുള്ള മിഴി രണ്ടിലും എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ടാണ്. ഞാനിപ്പോൾ ഈ പാട്ട് കേൾപ്പിച്ചപ്പോഴായിരിക്കും നിങ്ങളും ചിലപ്പോൾ പെട്ടെന്ന് ഈ പാട്ട് ഓർമ്മ വരുന്നത്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് കിടക്കാം. നമ്പർ 2, ചെങ്കോൽ എന്ന സിനിമ. ചെങ്കോൽ എന്ന സിനിമയിലെ മധുരം ജീവാമൃത ബിന്ദു എന്ന പാട്ട് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുമായ ഒരു പാട്ടാണ്. പക്ഷെ ആ ചിത്രത്തിൽ തന്നെ മറ്റൊരു മനോഹരമായ ഗാനമുണ്ട്. ഇതാ ഈ പാട്ട്. ഈ പാട്ട് എപ്പോഴൊക്കെയോ നമ്മൾ കേൾക്കാൻ മറന്നുപോയൊരു പാട്ട് തന്നെയാണ്. ഒരു പക്ഷേ മധുരം ജീവാമൃത ബിന്ദു ഒത്തിരിയേറെ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു പാട്ടായിരിക്കും ഇത്. പക്ഷെ എന്നിരുന്നാലും പാട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ പാട്ട് ഇപ്പോഴും മനസ്സിലുള്ള ഒരു പാട്ട് തന്നെയാണ്. എന്റെയും പേഴ്സണൽ ഫേവറേറ്റ് ആണ്. നമുക്ക് മൂന്നാമത്തെ ഗാനത്തിലേക്ക് കിടക്കാം. നമ്പർ 3. ഇതൊരു ആൽബം പാട്ടാണ്. ഒരു കാലത്ത് ട്രെൻഡിങ് ആയിട്ടൊരു പാട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയോ കേൾക്കാൻ മറന്നുപോയ ഒരു മനോഹരമായ ആൽബം പാട്ട്. കേട്ട് നോക്ക്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ പഴയ പലതും ഓർമ്മ വന്ന് കാണും. സ്കൂൾ കാലഘട്ടമോ കോളേജ് കാലഘട്ടമോ ഒക്കെ. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരു +2 പഠിക്കുന്ന ടൈമിലാന്ന് തോന്നുന്നത് കൂടുതലായിട്ടും ഈ പാട്ടിങ്ങനെ TV-യിൽ ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഈ കൈരളി വീലൊക്കെ. അതുപോലെ ഏഷ്യാനെറ്റ് പ്ലസിലുണ്ടായിരുന്നു. അപ്പൊ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വൈകിട്ട് 5 മണിക്കാണ് ഈ പ്രോഗ്രാം. അപ്പൊ അതിൽ സ്ഥിരമായിട്ട് വരുന്നൊരു പാട്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഓർമ്മ വന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെ അധികം ഈ പാട്ട് കേൾക്കാറില്ല എന്ന് തോന്നുന്നു. കേൾക്കുന്നവർ കാണുമായിരിക്കും, പക്ഷെ അധികം ആൾക്കാരും ഇപ്പോൾ ഈ പാട്ട് കേൾക്കാറില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. നമ്പർ 4, നീലത്താമര. നിനക്ക് ചവിട്ടലും കുത്തലും ഒക്കെ ഉണ്ടോ? ഈ നീലത്താമരയല്ല, ഈ നീലത്താമര. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന പാട്ടും ഇതല്ല. ഇതിൻ്റെ അകത്ത് വേറൊരു മനോഹരമായ പാട്ടുണ്ട്. വിദ്യാസാഗർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം കമ്പോസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും മികച്ച 5 ഗാനങ്ങൾ അദ്ദേഹത്തോട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അതിൽ ഞാൻ ഇനി പറയുന്ന ഈ ഗാനം ഉണ്ടായിരിക്കും. കേട്ടു നോക്കി. പകലൊന്നു മാന്യവീഥിയിലെ കുഞ്ഞു താമരേ കേട്ടില്ലേ? പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ ഉള്ളിലും ഈ പാട്ട് കാണും. നീലത്താമരയിലെ ഒരു അൺറേറ്റഡ് സോങ് എന്ന് ഞാൻ പറയുള്ളൂ. ഇത് പണ്ട് ഒരുപക്ഷെ നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരുന്ന ഒരു പാട്ട് തന്നെയായിരിക്കും. ഇപ്പോൾ അധികം കേൾക്കാറില്ല എന്നുള്ളൂ. പക്ഷെ ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ട് തന്നെയാണ്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് കിടക്കാം. 5. പണ്ട് ഈ സോണി എറിക്സന്റെ ഫോൺ ഉണ്ടായിരുന്നു, നല്ല ഒച്ചയ്ക്ക് പാട്ടൊക്കെ കേൾക്കണേ. ഞാനൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഈ സോണി എറിക്സന്റെ ഫോണുള്ളവൻ രാജാവാണെന്ന്. അന്ന് ഈ സോണി എറിക്സന്റെ ഫോണിൽ റിംഗ് ടോൺ ആയിട്ട് ഉപയോഗിക്കുന്നത്
പിന്നീട് സോണി എറിക്സന്റെ ഫോണൊക്കെ കഴിഞ്ഞ് മറ്റേ ഒരുപാട് ഫോണിൽ ഇത് റിംഗ് ടോൺ ആയിട്ട് വന്നു. ആ കാലത്ത് ട്രെൻഡിങ് ആയിട്ട് നിന്ന ഒരു സോങ് ഇതാ ഈ സോങ്. മഞ്ഞക്കണിക്കൊന്ന കൊമ്പിലെ മണിക്കൂടെങ്ങു പോ കുഞ്ഞിക്കുയിൽ പെണ്ണു പാടുമീ മഴപ്പാട്ടെങ്ങു പോ. ഇതിപ്പോ കേട്ടപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പഴയ പല കാര്യങ്ങളും ഓർമ്മ വന്ന് കാണും. അന്നത്തെ കാലത്ത് ട്രെൻഡായിട്ട് നിന്നൊരു പാട്ടാണ്. ഇതൊരു 90s പാട്ടാണെങ്കിൽ പോലും ഈ ഒരു 2010 കാലഘട്ടത്തിലൊക്കെയാണ് ഇത് കുറച്ചുകൂടെ ഒരു റിംഗ് ടോൺ ഒക്കെ ആയിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ഫേമസ് ആയി, ഒന്നുകൂടെ ഒന്ന് വൈറലായി പാട്ട്. ഇപ്പോഴത്തെ ഈ ജനറേഷന് വായന തീരെ കുറവാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പരിധി വരെ അത് ശരിയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ജനറേഷൻ അവർക്ക് വായിക്കേണ്ടതൊക്കെ അവർ വായിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഫേസ്ബുക്കിലൂടെ ഒക്കെ ആണെങ്കിലും കഥകളൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ, ലേഖനങ്ങളാണെങ്കിലും ന്യൂസുകളാണെങ്കിലും എല്ലാം അവർക്ക് വായിക്കാനുള്ള പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞപ്പോൾ ഫേസ്ബുക്ക് ഒക്കെയാണ്. അത്തരത്തിൽ ഫേസ്ബുക്കിൽ സ്ഥിരമായിട്ട് കഥയൊക്കെ എഴുതുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ശ്രീ നിമേഷ് അരയൻകാവ്. നിമേഷ് അരയൻകാവ് ഒരു പുസ്തകം എഴുതിയിരുന്നു. ഒരു അരയൻകാവുകാരൻ കണ്ടതും കേട്ടതും എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഞാൻ വായിച്ചതാണ് ആ പുസ്തകം. വളരെ മനോഹരമായ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഒക്കെ അദ്ദേഹം വളരെ നർമ്മത്തിൽ കോർത്ത് മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇപ്പോൾ അദ്ദേഹം പുതിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആറാട്ട് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അരയൻകാവിലെ ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവത്തിന്റെ അന്ന് നടക്കുന്ന ഒരു മനോഹരമായ പ്രണയകഥയാണ്. വായിക്കാൻ ഇഷ്ടമുള്ളവർ ഈ ബുക്ക് വായിക്കുക. എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. നമ്പർ 6. ഇതൊരു ആൽബം പാട്ടാണ്. പ്രണയിക്കുന്നവരൊക്കെ ഒരു കാലത്ത് നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്ന ഒരു ഗാനം തന്നെയാണ് ഈ ഗാനം. ഇപ്പൊ നമ്മൾ കേട്ടത് മധു ബാലകൃഷ്ണൻ പാടിയ വേർഷനാണ്. ഈ പാട്ട് തന്നെ യേശുദാസ് പാടിയ വേർഷനും ഉണ്ട്, അതുപോലെ ഗായത്രി പാടിയ വേർഷനും ഉണ്ട്. അത് രണ്ടും ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ നിന്റെ കരലാളനത്തിൻ. ഈ പാട്ടും നമ്മൾ എപ്പോഴൊക്കെയോ കേൾക്കാൻ മറന്നുപോയൊരു പാട്ടല്ലേ. നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. സീൻ നമ്പർ 001 എന്ന് പറഞ്ഞൊരു സിനിമ. ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പോലും പലർക്കും അറിയില്ല. പക്ഷെ ഇതിനകത്തൊരു നല്ല പാട്ടുണ്ട്. ഈ പാട്ട് സന്ധ്യാംബരങ്ങളിലേറും സിന്ദൂരമുകിലുകളെ സലീലാഴിയിൽ ചുടുശ്വാസമാ. ഇതിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത് ശ്രീമൂലനഗരം തിലകാണ്. വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ സത്യചന്ദ്രവർമ്മയാണ്. പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണനും സുജാതയാണ്. നല്ലൊരു പാട്ടാണ്. ഒരു കാലത്ത് എപ്പോഴും നമ്മൾ റിപ്പീറ്റ് അടിച്ച് കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോ എല്ലാവരും ഈ പാട്ട് മറന്നു പോയിരിക്കുന്നു. നമുക്ക് അടുത്ത പാട്ടിലേക്ക് കിടക്കാം. ഈ പാട്ട് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപരിചിതൻ എന്ന ചിത്രത്തിലെ പാട്ട്. ഒന്ന് കേട്ടതാണ്. ഇത് നമ്മുടെ പ്ലേലിസ്റ്റിലുള്ള പാട്ട് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുള്ള പാട്ടാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പൊ ചിലപ്പോൾ കേട്ടിട്ട് കുറച്ച് നാളൊക്കെ ആയി കാണും. വീണ്ടും നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത പാട്ട്. ഇത് കുറെ കാലം ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടൊക്കെ കൂടിയൊരു പാട്ടാണ്. പിന്നെ പയ്യെ അങ്ങ് ഡെഡ് ആയി പോയി. ഇപ്പോഴും പലരും കേൾക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളും ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കാം. ഒന്ന് കേട്ട് നോക്ക്. ചിത്രമണിക്കാട്ടിൽ എന്നിഷ്ടമലക്കൂട് ഇഷ്ടമലക്കൂട്ടിൽ എനിക്കിഷ്ടമുള്ളൊരാള്. നല്ലൊരു പാട്ടാണ്. പക്ഷെ ഇതിന്റെ വിഷ്വൽസ് എന്തോ പാട്ടുമായിട്ടൊരു കണക്ഷൻ വന്നിട്ടില്ല. ഞാൻ വിഷ്വൽസ് ഇവിടെ കാണിക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് യൂട്യൂബിലുണ്ട്, കാണാവുന്നതാണ്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. ഇതും ഒരു ആൽബം പാട്ടാണ്. ഒരു കാലത്ത് ഈ പ്രണയത്തിന്റെ വിരഹവുമായി നടക്കുന്നവരൊക്കെ കേട്ടിരുന്ന ഒരു ആൽബം പാട്ട്. എപ്പോഴും ടിവിയിലൊക്കെ വന്നുകൊണ്ടിരുന്നൊരു പാട്ടാണ്. കേട്ടു നോക്ക്. ഇനി എന്നു കാണും സഖി, ഇനി എന്നു കാണും നമ്മൾ, ഇനിയൊന്നു പിണങ്ങാൻ, ഇനിയൊന്നു ഇണങ്ങാൻ, ഇനി എന്നു കാണും സഖി, സഖി ഇനി എന്നു കാണും നമ്മൾ. ഇത് കേട്ടപ്പോ ഒരുപക്ഷെ നിങ്ങൾക്കൊരു നൊസ്റ്റാൾജിയൊക്കെ വന്ന് കാണും. ഇതാ കാലത്തൊരു ഹിറ്റായിരുന്ന ഒരു ആൽബം പാട്ടാണ്. ഇനി ഞാൻ ലിസ്റ്റിൽ ഇല്ലാത്തൊരു പാട്ട് കൂടെ കേൾപ്പിക്കാം. ഈ ആൽബം പാട്ടും പണ്ട് ഡിയോ ഡ്രോപ്സിലൊക്കെ വന്നുകൊണ്ടിരുന്ന പാട്ടാണ്. നിനക്കാത്ത നേരത്തിനരികിൽ
വന്നിട്ടനുരാഗം മൂളിയതാരോ. ഇനിയും ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷേ നമ്മുടെ എപ്പിസോഡിന്റെ പരിമിതി കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് തുടർന്ന് ഇനി ഒരുപാട് എപ്പിസോഡ്സ് വരും ഇതേ വിഷയത്തിൽ തന്നെ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഗുഡ് ബൈ.